സംസ്ഥാനത്ത് സ്വകാര്യ സർവകലാശാലകൾ വരുന്നു. ബില്ല് നാളെ മന്ത്രിസഭാ യോഗത്തിൽ വരും. സ്വകാര്യ സർവകലാശാലയ്ക്ക് അനുമതി നൽകാൻ CPIM നേരത്തെ രാഷ്ട്രീയ തീരുമാനമെടുത്തിരുന്നു. MG പ്രതീഷ് തിരുവനന്തപുരത്തും ചേർന്നു. പ്രതീഷ്, ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സമഗ്രമായ മാറ്റം വരാൻ ഉതകുന്ന ഒരു ബില്ലാണ് നാളെ വരുന്നത്. നേരത്തെ സോഷ്യൽ വിദ്യാഭ്യാസത്തിനെതിരെയൊക്കെ പോരാടിയ CPIM അതിൽ നിന്ന് നയം തിരുത്തിക്കൊണ്ട് രാഷ്ട്രീയ തീരുമാനം നേരത്തെ എടുത്തു കഴിഞ്ഞിരുന്നു. എന്തൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളായിരിക്കും ഈ ബില്ലിൽ പരാമർശിക്കുക? സുഹൈൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസ ഘടനയിൽ സമഗ്രമായ മാറ്റമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. അതിൻ്റെ കൂടി ഭാഗമായാണ് സ്വകാര്യ സർവകലാശാലകൾ അല്ലെങ്കിൽ വിദേശ സർവകലാശാലകളെ കേരളത്തിലേക്ക് കൊണ്ടുവരാനുള്ളൊരു നീക്കം ആദ്യഘട്ടം മുതൽ തുടങ്ങിയത്. പക്ഷേ അപ്പോഴൊക്കെ തന്നെ ഒരു എതിർപ്പ് പല കോണുകളിൽ നിന്ന് ഉയർന്നിരുന്നു. പക്ഷേ ഇപ്പോൾ ഇതാ നിർണായകമായൊരു നീക്കം സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നു. നാളെ ചേരുന്ന ക്യാബിനറ്റ് യോഗത്തിൽ ഇതിൻ്റെ ബില്ല് അവതരിപ്പിക്കാനാണ് തീരുമാനം. ഈ ബില്ല് നാളെ ചേരുന്ന മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്യും. നിയമം ആക്കിയതിനു ശേഷം സ്വകാര്യ സർവകലാശാലകൾ തുടങ്ങുന്നത് നിയമമാക്കിയതിനു ശേഷം മറ്റ് നടപടികളിലേക്ക് കടക്കാനാണ് സർക്കാരിൻ്റെ നിലവിലെ ഒരു തീരുമാനം. ഈ സ്വകാര്യ സർവകലാശാലയ്ക്ക് അനുമതി നൽകാൻ CPM നേരത്തെ രാഷ്ട്രീയപരമായി തന്നെ ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു നിലപാടെടുക്കുകയും പാർട്ടി അനുമതി നൽകുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അത്തരത്തിലൊരു തുടർ നടപടികളിലേക്ക് ഇപ്പോൾ സർക്കാരും പോയിരിക്കുന്നത്. ഇതിൽ മെഡിക്കൽ എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസം അടക്കം നടത്താനുള്ള അവകാശത്തോടു കൂടിയായിരിക്കും സ്വകാര്യ സർവകലാശാലകൾ അനുവദിക്കുക എന്നുള്ള ഒരു വിവരവും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അധ്യാപകർക്കായി സർക്കാർ പ്രത്യേക മാനദണ്ഡങ്ങൾ നിശ്ചയിക്കും. ഒപ്പം SC/ST വിഭാഗങ്ങൾക്ക് സംവരണത്തിന് വ്യവസ്ഥ ഉണ്ടാകുമെന്ന് കൂടി ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഈ JB ശ്യാം കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമായിരുന്നു അല്ലെങ്കിൽ ആ ഒരു ശുപാർശ അംഗീകരിച്ചുകൊണ്ടാണ് സംസ്ഥാനത്ത് സ്വകാര്യ സർവകലാശാലകൾ അനുവദിക്കാൻ സർക്കാർ തീരുമാനിച്ചത്. നേരത്തെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട വലിയ ചർച്ചകൾ നടത്തിയിരുന്നു. ഇതിൻ്റെ കൂടി ഭാഗമായാണ് അതൊരു ബില്ലായി മന്ത്രിസഭയിൽ എത്തുകയും പിന്നീട് അതൊരു നിയമമാക്കിക്കൊണ്ട് തന്നെ അത്തരം സർവകലാശാലകളുമായി മുന്നോട്ട് പോകാൻ ഇപ്പോൾ സർക്കാർ തീരുമാനമെടുത്തിരിക്കുന്നത്. സുഹൈൽ, പ്രഖ്യാപിത നയത്തിൽ നിന്ന് മാറ്റം, പക്ഷേ കാലോചിതമായ മാറ്റങ്ങൾ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് അനിവാര്യമാണ്. പക്ഷേ ആരും അരികുവൽക്കരിക്കപ്പെടില്ലെന്ന് ഉറപ്പുവരുത്തേണ്ടതും സർക്കാരിന്റെ ബാധ്യതയാണ്. എന്തൊക്കെ കാര്യങ്ങൾ ബില്ലിൽ ഉണ്ടാകുമെന്നത് കണ്ടറിയേണ്ടി വരും.